നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അലർജി ഉണ്ടോ? നിങ്ങൾ അലർജി ഏത് സ്റ്റേജിലാണെന്ന് അറിയാമോ? അലർജിക്കുമുണ്ട് പലതരം സ്റ്റേജുകൾ. പ്രധാനമായിട്ടും 5 സ്റ്റേജുകളാണ് അലർജിക്ക് ഉള്ളത്. ഈ 5 സ്റ്റേജിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പൊടി, പെർഫ്യൂം, അതുപോലെ തന്നെ തണുപ്പടിച്ചാൽ മാത്രം ഉണ്ടാവുന്ന തുമ്മൽ. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജിൽ രാവിലെ എണീറ്റാൽ ഉണ്ടാവുന്ന തുമ്മലാണ്. ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്ക് അത് ഓക്കെ ആയിട്ടുണ്ടാവും. പിന്നെ തുമ്മലൊന്നും ഉണ്ടാവില്ല. സ്റ്റേജ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം മുഴുവൻ ഉണ്ടാവുന്ന തുമ്മലാണ്. അതൊരു 10 മുതൽ 40 തവണ വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മാം. അതോടൊപ്പം തന്നെ പനിയാവുന്നത് പോലെ തോന്നുക, ചെറിയൊരു ചുമയും ഉണ്ടാവാം. കുത്തിയിട്ടുള്ള ചുമയാണ് സ്റ്റേജ് 4 കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ശ്വാസമുട്ടലും ഉണ്ടാവാറുണ്ട്. പൊടി അടിച്ചാൽ പോലും ചില ആളുകൾക്ക് നേരെ ചുമയാണ് ഉണ്ടാവുക. 5ാമത്തെ സ്റ്റേജിൽ കൂടുതലായിട്ട് ശ്വാസമുട്ടൽ കൂടുതലായിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ അധികം ആളുകൾക്കും കിടക്കാൻ പോലും പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇത്തരം സ്റ്റേജുകളാണ് അലർജിയിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ അലർജി ആദ്യത്തെ 1-2 സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ശ്വാസമുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അലർജി ഏത് സ്റ്റേജിലാണെന്ന് താഴെ കമന്റ് ചെയ്യൂ.